ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം കണ്ടൻറ് ഇല്ലെന്നും പറഞ്ഞിരുന്നുകൊണ്ടിരുന്നപ്പം അച്ഛൻ അരിക്ക ഹാർബറിൽ ചൂര മേടിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഞാനും കൂടെ വരട്ടെ. അപ്പം ഞാൻ കൂടെ പോവാം, അപ്പം നമുക്ക് പോയാലോ. അങ്ങനെ ഞാനും അച്ഛനും പിച്ചൂട്ടനും കൂടെ ഹാർബറിലോട്ട് പോവുക. സ്കൂട്ടറിലാണ് ഞങ്ങൾ പോകുന്നത്. ഇതിപ്പോൾ സമയം ഒരു 7 മണി കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. രാവിലെ ഞങ്ങളിങ്ങനെ ഇറങ്ങി. ഇതിപ്പം ചൂര അച്ചാറിടാൻ വേണ്ടിയാണ്. ഇപ്പോൾ ചൂര അച്ചാർ എന്തിനാണെന്ന് ചോദിച്ചാൽ ഗൾഫിൽ കൊടുത്തു വിടാനാണ്, ഉണ്ണിച്ചേട്ടന് കൊടുത്തു വിടാനായിരുന്നു. ഉണ്ണിച്ചേട്ടൻ ആരാന്ന് ചോദിച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് അജിത്ത്, ഇത് വിളിക്കുന്നത് ഉണ്ണി. അപ്പം എന്താ നമ്മുടെ അഴിക്ക ഹാർബറിലെത്തി. ഫ്രഷ് ചൂര ഹാർബറിൽ തന്നെ കിട്ടാമല്ലോ. അപ്പോൾ അച്ഛനിങ്ങനെ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാനും കൂടി ഇങ്ങനെ വരാം, നമുക്ക് ഒരു വീഡിയോ എടുക്കാം, ചൂരയും മേടിക്കാം, രണ്ടും നടക്കുമല്ലോ. അച്ഛന് ആദ്യമായിട്ടാണ് വീഡിയോയ്ക്കകത്ത്, അച്ഛന് വലിയ കുഴപ്പമില്ല കേട്ടോ വീഡിയോയ്ക്കകത്ത് വരുന്നതിന്. ബാക്കിയുള്ളവർക്കൊക്കെ ഇച്ചിരി ചമ്മലൊക്കെ ഉള്ളത് വീഡിയോയിൽ വരുന്നതിന്. അച്ഛൻ തൻ്റെ പോസൊക്കെ ചെയ്യുക. അച്ഛന് പിന്നെ കുഴപ്പമില്ല കേട്ടോ, അച്ഛനെല്ലാം നിന്നൊക്കെ തരും വീഡിയോയ്ക്ക്. അങ്ങനെ പിന്നെ തൻ്റെ അകത്തോട്ട് കയറുക. നമുക്ക് നോക്കാം ഇങ്ങനെ എന്തൊക്കെയാണ് ഉള്ളതിന്. വലിയ തിരക്കില്ല, എന്നാലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഒരുവിധം തിരക്കുണ്ട്, ഞായറാഴ്ചയല്ലേ, അപ്പം അതിൻ്റെ ആയിട്ടുള്ള അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. അങ്ങനെ വേണ്ട അവിടെ എത്തി. കൊഞ്ചും പിന്നെ അടുത്തിരിക്കുന്ന മീൻ, വലിയ മീനുകളൊന്നുമില്ല കേട്ടോ. ചൂര അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല, നെയ്മീൻ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. കൊഞ്ചും ചെറിയ മത്തി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ശരിക്കും മത്തിയായിരുന്നു. എവിടെ നോക്കിയാലും മത്തിയായിരുന്നു ഉള്ളത്. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി കാണുമായിരുന്നു. നല്ല വലയ്ക്കകത്ത് മീൻ എടുക്കുമായിരുന്നു, മത്തി. ഈ വള്ളത്തിൽ നിന്ന് കൊണ്ടുവന്നത് മീൻ അവിടെ വലയ്ക്കകത്ത് നിന്ന് എടുക്കുക. അങ്ങനെ അവിടെ മത്തി ഇരിക്കുന്നുണ്ട്, കൊട്ട അറച്ച് മത്തി. എടുത്തോട്ടെ ഏട്ടാ. മത്തിയോ ഉള്ളല്ലോ ചെല്ലാം. ഇനി വരുത്തേ ഉള്ളൂ വെള്ളവും പൂട്ടും ഒക്കെ. ചൂര കുറച്ച് കഴിഞ്ഞാൽ കിട്ടുമെന്നുണ്ട്, പക്ഷെ നമുക്ക് അത്ര സമയം പറഞ്ഞാൽ ചിലപ്പോൾ ഉച്ചയാവും. അതുകൊണ്ട് പിന്നെ ഞങ്ങളെല്ലാം കറങ്ങി കാണുമായിരുന്നു. ചെങ്കലവ, പിന്നെ അയില, അങ്ങനത്തെയൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു. കൊഞ്ച് കുറച്ചുണ്ടായിരുന്നു, ഒരുപാട് കൊഞ്ചില്ല, കുറച്ചുണ്ട്. മത്തിയായിരുന്നു ഒരുപാടുള്ളത്. ചൂടയൊക്കെ കണ്ട് ഐസൊക്കെ ഇട്ട് അവിടെ ഇട്ടേക്കുന്നു. അവിടെ അടുത്തൊന്നും ആരും കാണുന്നില്ലായിരുന്നു. അങ്ങനെ അതെല്ലാം നോക്കിക്കൊണ്ടിരിക്കും. ഞങ്ങൾ പക്ഷേ ഒന്നും മേടിച്ചില്ല. ഇത് മിക്സഡ് മീനാണ്, മിക്സഡ് ഐറ്റംസൊക്കെയാണ്, എല്ലാം ഉണ്ട് നോണിനകത്ത്. കുക്ക് ഇഷ്ടംപോലെ കുക്കുകളായിരുന്നു. അവിടെ പള്ളത്തിൽ പൊടിമീൻ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ വലിയ മീനുകളൊക്കെ കുറവാണ് കേട്ടോ.
പൊടിമീനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് വള്ളത്തിൽ കൊണ്ടുവരുന്നത്. ഇനിയും വള്ളവും ബോട്ടും ഒക്കെ വരുമെന്ന് പറഞ്ഞാൽ താമസിക്കും. ഞങ്ങൾ വീഡിയോ എടുക്കുന്ന ഇങ്ങനെ നോക്കുമായിരുന്നു എല്ലാവരും. ഞങ്ങൾ പിന്നെ വിചാരിച്ച് ഇനിയിപ്പം ഇറങ്ങാമെന്ന്. ചൂര മേടിക്കാമെന്ന് പറഞ്ഞില്ലേ മീനായിട്ട് വന്നു. അപ്പം ചൂരയൊന്നുമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ പിന്നെ ആ ചേച്ചിയുടെ മീൻ പിറക്കുക. അപ്പോൾ അവിടെ നിന്ന് ചേട്ടൻ പറയുന്നുണ്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ, മീനെല്ലാം പിറക്കിയെടുക്കുന്നു. അങ്ങനെ ഞങ്ങൾ പോവാ തിരിച്ച് പോവാണ് ഗായ്സ്. ഒന്നും കിട്ടിയില്ല, ആകപ്പാട് മത്തി മാത്രമാണ് ഉള്ളത്. മത്തിയും ചെറിയ മീനുകളല്ലേ ഉള്ളൂ. അപ്പം പിന്നെ തിരിച്ച് പോകാന്ന് വെച്ചാൽ അതുമല്ല, അച്ഛനാണെങ്കിൽ കവറോ പാത്രമോ ഒന്നും എടുത്തില്ല. നമ്മൾ കവറോ പാത്രമോ എന്തെങ്കിലും കൊണ്ടുവരണം. അതൊന്നും എടുക്കാൻ ഞങ്ങൾ വെറും കൈയോടിങ്ങ് വന്നിയത്. അപ്പോഴും പിന്നെ ചൂരയില്ലല്ലോ, അപ്പം പിന്നെ മേടിച്ചില്ലൊന്നും. അപ്പം തിരിച്ച് വീട്ടിലോട്ട് വന്ന് വെച്ച്. പക്ഷേ ചൂര കിട്ടാത്തതുകൊണ്ടൊരു വിഷമം. ഇനിയിപ്പോൾ പുതിയാവിലോ എവിടെയെങ്കിലും പോയി മേടിക്കാമെന്ന് കരുതി എന്നും പറഞ്ഞിരിക്കുക. അപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്ക് അവിടെ പോയി ഒന്നുകൂടെ നോക്കാം, പുതിയാവിലോ അങ്ങനെ പോയി നോക്കാം, അവിടെ കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം.